വിശ്വാസം. അതാണ് റഹ്മാൻ എന്നുള്ള പാട്ടിന്റെ മാത്രമല്ല, ഒരു അവസാനം വരെ ഒരു ഫെയ്ത്ത്. നമുക്കിപ്പം കണ്ടില്ല ഇബ്രാഹിം ഖാദിരി എന്ന് പറഞ്ഞാൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. അതാണ് സക്കറിയയുടെ ഒരു കഥയുണ്ട്, ആർക്കറിയാം എന്ന് പറഞ്ഞ യേശുവിന്റെ ജന്മത്തെ പറ്റിയുള്ളതാണ്. ഒരുപാട് സാമ്യമുണ്ട്, പക്ഷെ അതുപോലെ അല്ല സംഗതി. പിന്നെ അളിഞ്ഞ രീതിയിൽ സ്ത്രൈണ ശരീരങ്ങൾ കാണിക്കാതെ നല്ല അന്തസ്സായിട്ട് പൗരുഷമുള്ള ആളുകൾ സിനിമ എടുത്താറുണ്ടല്ലോ, എത്ര ഭംഗിയായിട്ട് വരും അതെന്നുള്ളതാണ്. ബ്യൂട്ടിഫുൾ. ഒരു 2 പ്രാവശ്യം കൂടെ കാണാൻ വേണമെങ്കിൽ. എനിക്ക് പൃഥ്വിരാജിനെ ഈ പറഞ്ഞ പോലെ ഈ മേക്ക് ഓവർ ഒന്നും അല്ല, പുള്ളിയെ മാറിയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഞാൻ പണ്ടൊരിത് വായിച്ചിട്ടുണ്ട്, എബ്രഹാം ലിങ്കണിന്റെ കഥ സിനിമയാക്കി. അപ്പം അഭിനയിച്ച് വന്നപ്പോൾ ക്യാമറാമാൻ പറയാണ്, ആ മനുഷ്യൻ അഭിനയിക്കുന്ന പയ്യൻ, ദാറ്റ് മാൻ വുഡന്റ് ബി സാറ്റിസ്ഫൈഡ് അൺലെസ് ഹീസ് അസാസിനേറ്റഡ്. ലിങ്കണിനെ വെടിവെച്ച് കൊന്ന പോലെ ഇയാളെ കൊല്ലണം എന്ന് പറഞ്ഞ പോലെ ഇവന്റെ ഇത് കാണുമ്പോൾ ഉണ്ടല്ലോ, ഈ കുഞ്ഞിന് എന്തൊക്കെ ആയാലും ശരി, അസൂയോടെ എന്തു പറഞ്ഞാലും ശരി, ഇതുപോലെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ചോയ്സ് എന്താണെന്നറിയാമോ, ആ അഗ്ലിനെസ്സിനകത്തോട്ട് മാറാനുള്ളൊരു കഴിവ്, എന്തോ ഭംഗിയുള്ള പ്രിറ്റിയസ്റ്റ് ആയിട്ടുള്ള ശരീരം കഴിഞ്ഞ് ആ ഫാൻസൊക്കെ ഇങ്ങനെ ഇടുമ്പോ ഉണ്ടല്ലോ, യേശുവിനെയൊക്കെ പിടിച്ചു കൊണ്ടുപോകണം അതേ ഭംഗിയിലാ വന്നിരിക്കുന്നത്. പറഞ്ഞാൽ നിൽക്കില്ല, അത്ര സങ്കടം വരും. ഓരോ ഉമ്മ വിളിയും കഴിയുമ്പോ ഉണ്ടല്ലോ നെഞ്ച് കുലുങ്ങും, ഭയങ്കരമായിട്ട് കുലുങ്ങും. ഷുവറായിട്ട് ഞങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാനും എന്റെ കുട്ടിയെ പഠിപ്പിച്ച ആളാണ്, സരസ്വതിയോട് പറയായിരുന്നു, എത്രയായാലും ശരി, എന്ത് ആര് പറഞ്ഞാലും ഉണ്ടല്ലോ, ഒരു അസൂയയുടെയൊക്കെ അവസാന വാക്ക് തീർന്നാലും ഉണ്ടല്ലോ, ഇത് ചുമ്മാ പുഷ്പം പോലെ നിരങ്ങി വരും അതിൽ കൂടെ, ആ മണലാരണ്യത്തിൽ കൂടെ വരും. എനിക്ക് ഒറ്റ സങ്കടം ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണെന്നും. എന്താണെന്നും, ബെന്യാമിൻ എഴുതിയ പുസ്തകത്തിനകത്ത് നജീബിന്റെ അടുത്ത് ചെടികൾ വർത്തമാനം പറയുന്നുണ്ട്, സർവൈവലിന് വേണ്ടിയിട്ട് ഒരു കൊച്ചു പൂവ്. അപ്പൊ ഞാനത് എഴുതിയിട്ടുണ്ട്, ചിന്ന ആശയായിട്ട് ഒരു കൊച്ചു പൂവ് വന്നിട്ടുണ്ട് അതിനകത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കാണിക്കാത്ത എന്താന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. മരുഭൂവില് ഇലയും ചെടിയൊക്കെ കാണിക്കാൻ പ്രയാസമാണ്, അതുപോലെ അൺബിലീവബിൾ ആണ് അങ്ങനെ വരികയാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അതിനകത്ത് പറയുന്നുണ്ട്, ബെന്യാമിൻ പറയുന്നുണ്ട്, കൊച്ചു പൂ പറയാണ്, വീണു പോകരുത്, എന്നെ പോലെ ഇങ്ങനെ എണീറ്റ് നിൽക്കുക സർവൈവ് ചെയ്ത് വരണം എന്ന് പറയുന്ന ഒരു സിമ്പൽ ഓഫ് ഹോപ്പ് എന്നാണ് ആ പൂവിനെ ഞാൻ എഴുതിയിരിക്കുന്നത്. എന്റെ പൂവിന്റെ സിമ്പൽ മാത്രം കണ്ടില്ല, ബാക്കിയെല്ലാം കണ്ടു. ഐ എം സോ ഹാപ്പി. ആണത്തുള്ള പൗരുഷമുള്ള മനുഷ്യരെ അഭിനയിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്ത് ഭംഗിയായിട്ടൊരു ജീവിതം, പച്ചയായ ജീവിതം ഇങ്ങനെ കാണിച്ചിട്ട്. ഈ പൃഥ്വിരാജ് ഉണ്ടല്ലോ, പൃഥ്വിരാജ് ആണ് വേറൊരാളില്ലെന്ന് നമുക്ക് തോന്നും ഈ റോൾ എടുക്കാന്. അത്ര ഭംഗിയായിട്ടാ ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നത്. പിന്നെ ഈ പറയുമല്ലേ, കൂടുതലും എനിക്ക് തോന്നിയതാണ്, ഇപ്പം സൊമാലിയക്കാരൻ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ആവശ്യമുള്ളിടത്തോളം കൂടെ വന്നില്ലേ, അത് കഴിഞ്ഞ് സഡൻ ആയിട്ട് ഡിസപ്പിയർ ചെയ്യാം. നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്, പക്ഷെ എഴുന്നേൽപ്പിക്കാം എപ്പോ വേണമെങ്കിൽ. താങ്ക് യു. അയ്യോ, ഒരുപാട് കൊടുക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു. എന്ത് അവാർഡ് വേണമെങ്കിലും കൊടുത്താൽ അത് കുറവാകേ ഉള്ളൂ. അവാർഡ് ഇത് കിട്ടുന്നത് ഹക്കീം എന്തു നല്ലതാണെന്നറിയാമോ, ഹക്കീം എന്തു നല്ലതാ വാസ്തവത്തിൽ. ഇന്നസെൻസ് പെർസോണിഫൈഡ് ആണ്. അവനൊരു കൊച്ചുവാവെ ലാളിക്കുന്ന പോലെ നമുക്ക് ലാളിക്കാൻ തോന്നാം. നല്ലതായിട്ട്, വളരെ നന്നായിട്ടുണ്ട്, എല്ലാരും കൊള്ളാം. പിന്നെ ആ ഒരു ചേഞ്ച് കണ്ടില്ലേ, നല്ലൊരു ആള് വന്നിട്ട് കാറിൽ കയറ്റി കൊണ്ടുപോയി, അത് മാത്രമേ അപ്പൊ പറയുന്നത്, ഞാൻ കഴുകിക്കൊള്ളാന്ന് പറയുന്നത് കേട്ടോ, ശാരീരികമായിട്ടുള്ള അല്ല, മാനസികമായിട്ട്. അപ്പൊ ആർക്കും പിണങ്ങേണ്ട കാര്യമില്ല. മുസ്ലിങ്ങളെ പറ്റി ഒന്നും ഒരു മോശമായിട്ടും കാണിച്ചിട്ടില്ല. ദ ബെസ്റ്റ് മുസ്ലിം ആസ് വെൽ ആസ് ദ ബാഡ് വൺ. അത് ബാഡ് അല്ല. എന്താണെന്നറിയാമോ, കാട്ടറബി ആയിട്ടുള്ള മനുഷ്യർക്കുണ്ടല്ലോ, നമ്മൾ എന്തിനാ വിചാരിക്കുന്നത് സാംസ്കാരികമായിട്ട് ഒരുപാട് ഉയർന്നവരാണെന്ന്. അവർക്ക് വെള്ളം കുടിക്കുന്നതും പാല് കറക്കുന്നതും അടിക്കുന്നതും ഇടിക്കുന്നതും ഒക്കെ മാത്രമേ അറിയാവുള്ളൂ. അവരുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.